നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൂടി നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റർ പഠിച്ചപ്പോൾ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലോജിക്കൽ ഫംഗ്ഷൻസ്. ലോജിക്കൽ ഫംഗ്ഷൻസിന്റെ റിസൾട്ടും എന്തായിരിക്കും? ട്രൂവോ ഫോൾസോ ആയിരിക്കും. ഇനി മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ലോജിക്കൽ ഫംഗ്ഷൻസ് ഏതാന്ന് വെച്ചാൽ ആൻഡ് ഉണ്ട്, ഓർ, നോട്ട്, ട്രൂ, ഫോൾസ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇഫ് എറർ ഒക്കെ അതിനകത്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇപ്പം ഒന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം, ആൻഡ് ഫംഗ്ഷൻ. ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ കൊടുക്കും. ആ രണ്ട് കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാലും ഫോൾസേ വരത്തുള്ളൂ. ഇപ്പം രണ്ടും ഫോൾസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രം ഫോൾസ് വരും, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ വരൂ. ഇതാണ് ആൻഡ്. അപ്പൊ ആൻഡിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ രണ്ട് ലോജിക്കൽ കണ്ടീഷൻസ് കൊടുക്കും. ഇപ്പൊ നോക്കി, നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ എങ്ങനെ കൊടുക്കുന്നത്? ഈക്വൽ ആൻഡ് ബ്രാക്കറ്റിനകത്ത് ഇവിടെ ആൻഡ് വന്നല്ലോ, ലോജിക്കൽ 1 ലോജിക്കൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എന്താണ്? A1 ഗ്രേറ്റർ ദാൻ 10 എന്ന് കൊടുക്കുകയാണ്. A1 ഗ്രേറ്റർ ദാൻ 10 കോമ, അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. അടുത്ത സെല്ല് സെലക്ട് ചെയ്തു. ഏതാണ്? B2 ഗ്രേറ്റർ ദാൻ 23 എന്ന് ഞാൻ കൊടുത്തു. അപ്പൊ രണ്ട് കണ്ടീഷൻ ഞാൻ ഇവിടെ കൊടുത്തു. ആൻഡ് ഫംഗ്ഷൻ കൊടുത്തു. ഒരു കണ്ടീഷൻ A1 ഗ്രേറ്റർ ദാൻ 10 കൊടുത്തു, അടുത്ത കണ്ടീഷൻ B2 ഗ്രേറ്റർ ദാൻ 23. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. A1ന്റെ വാല്യൂ എത്രയാണ്? 12 ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണ്, കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കും, B2 ഗ്രേറ്റർ ദാൻ 23. B2ന്റെ വാല്യൂ എത്രയാണ്? 31 ആണ്. അത് 23യെക്കാട്ടിലും വലുതാണ്. അപ്പൊ ഈ കണ്ടീഷനും ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടേണ്ടുന്നത്? ട്രൂ ആണ് റിസൾട്ട് കിട്ടുന്നത്. ആണോ? ആണ്, ട്രൂ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അല്ലാതെ എങ്ങനെ ഫോൾസ് വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഈക്വൽ ആൻഡ് ഫംഗ്ഷൻ കൊടുക്കുക. എന്താ? A2 ലെസ് ദാൻ 10 കൊടുത്തു ഞാൻ, അല്ലെങ്കിൽ 12 കൊടുത്തു. A2 ലെസ് ദാൻ 12 കോമ, അതുപോലെ തന്നെ അടുത്തത് B2 ലെസ് ദാൻ 9 കൊടുത്തു. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? A2 ലെസ് ദാൻ 12. A2 എന്ന് പറയുന്നത് എന്താണ്? A2 എന്ന് പറയുന്നത് 21 ആണ്. 21 ലെസ് ദാൻ 12 ആണോ? അല്ല. ഇനി B2 എന്ന് പറയുന്നത് എത്രയാണ്? 31 ലെസ് ദാൻ 9 ആണോ? അല്ല. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് ആണ് വരേണ്ടുന്നത്? ഫോൾസ് ആണ് റിസൾട്ട് വരേണ്ടുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് വരൂ? ട്രൂ വരത്തുള്ളൂ. രണ്ട് കണ്ടീഷനും ഫോൾസ് ആയപ്പോൾ ഫോൾസ് ആയി. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാലും ഫോൾസ് തന്നെയായിരിക്കും റിസൾട്ട്. അതിന്റെയും കൂടി ഒരു എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ആൻഡ് ഓഫ് ഒന്നാമത്തത് നമ്മൾ എന്താ? A1 ഈക്വൽ 12. ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു. അടുത്തെന്ന് പറയുന്നത് B1 ലെസ് ദാൻ 12 കൊടുത്തു. B1 ലെസ് ദാൻ 12 കൊടുത്തു. ഇപ്പൊ നോക്കിയേ, A1 ഈക്വൽ 12 എന്ന് പറഞ്ഞാൽ എന്താ? A1ന്റെ വാല്യൂ 12 തന്നെയാണ്. 12 ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്. അടുത്തത് B1 ലെസ് ദാൻ 12 എന്നാ. 12നെക്കാട്ടിലും ചെറുതാണോ 34? അല്ല. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് വരുന്നത്? ഫോൾസ് ആണ് റിസൾട്ട് വരുന്നത്. അപ്പൊ കണ്ടോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എന്തായി മാറും? ഫോൾസേ വരത്തുള്ളൂ. രണ്ടും എന്താ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ട്രൂ റിസൾട്ട് വരത്തുള്ളൂ. ഏതിനാണ്? ആൻഡിന്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർ ഫംഗ്ഷൻ വരുന്നത്. ഓർ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ടും ട്രൂ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിലും എന്ത് വരും? ട്രൂ റിസൾട്ട് വരും. രണ്ടും തെറ്റായാൽ മാത്രമേ ഫോൾസ് റിസൾട്ട് വരത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ. ഈക്വൽ ഓർ B1 ലെസ് ദാൻ 90 കോമ C2 ലെസ് ദാൻ 45. ഈ ഒരു കണ്ടീഷൻ നോക്കിയേ. ഓർ കൊടുത്തു. B1 ലെസ് ദാൻ 90. B1 34 ലെസ് ദാൻ 90 ആണ്. C2 ലെസ് ദാൻ 45. 32 ലെസ് ദാൻ 45 ആണ്. അപ്പം രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം? ട്രൂ റിസൾട്ട് കിട്ടണം. ഇനി നോക്കിയേ. ഓർ 31
സോറി കേട്ടോ, ഈക്വൽ സൈൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്? ഈക്വൽ സൈനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. അപ്പം 31 B2, അതായത് B2 ലെസ് ദാൻ 90, C2 ഗ്രേറ്റർ ദാൻ 89. രണ്ട് കണ്ടീഷൻ കൊടുത്തു. B2 ലെസ് ദാൻ 90, എന്താ 31 ലെസ് ദാൻ 90 ആണ്, കറക്റ്റ് ആണ്. ഇനി നോക്കിയേ C2 ഗ്രേറ്റർ ദാൻ 89. C2ന്റെ വാല്യൂ എത്രയാണ്? 35 ആണ്. 35 എന്ന് പറയുന്നത് 89നെക്കാട്ടിലും വലുതാണോ? അല്ല. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു കണ്ടീഷൻ ട്രൂ ഉണ്ട്, എന്താണ്? ഒന്ന് ഫോൾസ് ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാലും നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? ട്രൂ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ട്രൂ റിസൾട്ട്. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് വരത്തുള്ളൂ? ഫോൾസ് വരത്തുള്ളൂ. അപ്പൊ രണ്ടും ഫാൾസ് ആയിട്ട് ഒരെണ്ണം കൊടുത്തു നോക്കാം. ഈക്വൽ ഓർ 31 ലെസ് ദാൻ 12, B2 ലെസ് ദാൻ 12, അതുപോലെ തന്നെ C1 ലെസ് ദാൻ 9. ഇവിടെ എന്താണ്? B2 ലെസ് ദാൻ 12, 31 ലെസ് ദാൻ 12 ആണോ? അല്ല. C1 ലെസ് ദാൻ 9, 23 ലെസ് ദാൻ 9 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് റിസൾട്ട് കിട്ടും. അപ്പം ഇതാണ് ആൻഡ് ഓർ. പിന്നെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, എന്താണ്? നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണെങ്കിൽ ഫോൾസ് റിസൾട്ട് വരും, ഫോൾസ് ആണെങ്കിൽ ട്രൂ റിസൾട്ട് വരും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്ത് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, നോട്ട് നോക്കാം. നോട്ട് ഫംഗ്ഷൻ കൊടുക്കുക, ഈക്വൽ നോട്ട് A1 ലെസ് ദാൻ 90. A1 ലെസ് ദാൻ 90. A1 ലെസ് ദാൻ 90 ആണോ? 12 ലെസ് ദാൻ 90 ആണ്. ആണെങ്കിൽ എന്താ നമുക്ക് വരേണ്ടത്? ട്രൂ ആണ്. നോട്ട് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ഫോൾസ് വരും. കണ്ടോ? ഇനി അതുപോലെ തന്നെ നോട്ട് നോട്ട് അടുത്ത B2 ഈക്വൽ 31. ഫോൾസ് കൊടുത്തു നോക്കാം. B2 ഈക്വൽ 31. ഈക്വൽ കൊടുത്താൽ നമുക്ക് ശരിയാവത്തില്ലല്ലോ. ലെസ് ദാൻ കൊടുത്തു നോക്കാം. B2 ലെസ് ദാൻ 31. അപ്പൊ നോക്കിയേ, B2 ലെസ് ദാൻ 31. B2 എന്ന് പറയുന്നത് 31 ആണ്. 31 ലെസ് ദാൻ 31 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്? ട്രൂ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ആൻഡ്, ഓർ, നോട്ട്. ഇത് മൂന്നും മെയിൻ ആയിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഇഫ് ഫംഗ്ഷൻ ആണ്. ഇഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫിനകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷന് ശേഷമുള്ള ഫസ്റ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഇനി ഫോൾസ് ആണെങ്കിൽ അതിന് ശേഷമുള്ള സെക്കൻഡ് വാല്യൂ ആയിരിക്കും കിട്ടുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈക്വൽ സൈൻ കൊടുത്തു, ഈക്വൽ ഇഫിനകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഞാൻ A2 ഗ്രേറ്റർ ദാൻ 56, A2 ഗ്രേറ്റർ ദാൻ 56 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്തു? യെസ് എന്നും കൊടുത്തു. അതുപോലെ തന്നെ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്തു? നോ എന്നും കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് ആദ്യമേ നമ്മൾ ലോജിക്കൽ കണ്ടീഷൻ കൊടുക്കണം. അതിനുശേഷം എന്ത് കൊടുക്കുക? ട്രൂ വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഫോൾസ് വാല്യൂ. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഇനി ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ രണ്ടാമത്തെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യേണ്ടുന്നത്. അപ്പൊ നോക്കി, ഇവിടെ A2 ഗ്രേറ്റർ ദാൻ 56. A2 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. 21 ഗ്രേറ്റർ ദാൻ 56 ആണോ? 56നെക്കാട്ടിലും വലുത് അല്ല. അപ്പൊ നമുക്ക് ഏത് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടുന്നത്? നോ എന്ന് പറയുന്ന വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അത് വരുന്നുണ്ടോ നോക്കാം. നോക്കി, എൻ്റർ അടിച്ചു. കണ്ടോ, എന്താ നമുക്ക് കിട്ടിയത്? നോ ആണ് കിട്ടിയത്. ഇനി നമുക്ക് എസ് ആണ് വരേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ വാല്യൂ വരണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഈക്വൽ ഇഫ് കണ്ടീഷൻ കൊടുത്തു. ഏതാണ്? ഞാൻ ഇപ്പൊ B2 കൊടുക്കാം. B2 ലെസ് ദാൻ 50. B2 ലെസ് ദാൻ 50 കൊടുത്തു. അതിനുശേഷം ഞാൻ ഡബിൾ കോഡ്സിൽ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട വാല്യൂ ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ട്രൂ എന്ന് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. നേരത്തെ യെസ് നോയും അല്ലേ കൊടുത്തത്, ഇവിടെ ഞാൻ ട്രൂ എന്ന് കൊടുത്തു, കൊടുത്തു. ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരണം? ഫോൾസ് എന്ന് വരണം. അപ്പം ഞാൻ ഡബിൾ കോഡ്സ് കൊടുത്തു, ക്ലോസ് ചെയ്തു. എന്നൊക്കെ B2 ലെസ് ദാൻ 50, അതായത് 31 ലെസ് ദാൻ 50 ആണല്ലോ. ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ട്രൂ ആണോ ഫോൾസ് ആണോ?
ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടുന്നത്. അപ്പൊ നോക്കിയേ, ട്രൂ വരുന്നോ നോക്കിയേ, കണ്ടോ, ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. അതാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യമേ ഒരു ലോജിക്കൽ കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട വാല്യൂം കൊടുക്കും, ഫോൾസ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട വാല്യൂം കൊടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് വാല്യൂ പ്രിന്റ് ചെയ്യും. ഇതാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ടുഡേയും നൗവും. അപ്പോൾ ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുത്താൽ കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇനി നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യും. നോക്കി, ഇപ്പം നമുക്ക് നോക്കാം. ഈക്വൽ ഞാൻ ടുഡേ എന്ന് കൊടുക്കുകയാണ്. ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു, അതിനായിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്നുള്ള ആ ഒരു ഡേറ്റ് നമുക്ക് ഇവിടെ കാണിക്കും. ഇനി നൗ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലോ ഈക്വൽ നൗ എന്ന് കൊടുത്തു. നൗ എന്ന് കൊടുത്തതിന് ശേഷം പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റും ടൈമും നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ആ ഒരു ഡേറ്റ്, ഇന്ന് ഏത് ഡേറ്റ് ആണോ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റും എന്താണോ അപ്പോഴത്തെ നമ്മൾ കൊടുക്കുന്ന ടൈം ആ ടൈമും വരും. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടുഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതെന്ന് ചോദിക്കുക. എന്നിട്ട് ടുഡേയും നൗവും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. അപ്പോൾ കറണ്ട് ഡേറ്റ് മാത്രമാണെങ്കിൽ ടുഡേ യൂസ് ചെയ്യും. ഇനി കറണ്ട് ഡേറ്റും ടൈമും ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡേ എന്ന് പറഞ്ഞാൽ ആ ഇതിനകത്തുള്ള ഡേ ഫംഗ്ഷനും അതിന്റെ സീരിയൽ നമ്പർ നമ്മൾ കൊടുക്കുക, ഡേ ഫംഗ്ഷൻ കൊടുക്കുക, സീരിയൽ നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏത് സെല്ലിലാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡേ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ് വരും. മന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത് നമുക്ക് റിട്ടേൺ ചെയ്യും. അതുപോലെ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഇയർ റിട്ടേൺ ചെയ്യും. ഇപ്പൊ നോക്കിയ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുകയാണ് 12/10/2024 എന്നൊരു ഡേറ്റ് ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ ഈ ഒരു സെല്ല് ഡി, ഏത് സെല്ലാണ്? D5 എന്ന് പറയുന്ന സെല്ലിലാണ് ഈ ഒരു ഡേറ്റ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ഈക്വൽ ഡേ, എന്നിട്ട് പാരാന്തസിസിൽ നമ്മൾ ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, പാരാന്തസിസ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ ഡേ കൊടുത്തപ്പോൾ എന്ത് വന്നു? 12 എന്ന് വന്നു. അതിനകത്ത് ഇതിന് 12/10/2024 ഡേ ആണ് ഏത്? 12. ഇനി നമ്മൾ ഇതുപോലെ മന്ത് കൊടുക്കാം. നമുക്ക് ഈക്വൽ മന്ത് ഓഫ് ഏതാണ്? ഈ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു, അതിനകത്തുള്ള മന്ത് നമുക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഏതാണ് മന്ത്? ഇവിടെ 10ാം മാസമാണല്ലോ, അപ്പം 10 വന്നു. ഇനി ഇയർ ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഇയർ ബ്രാക്കറ്റിൽ നമ്മൾ ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, പാരാന്തസിസ് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡേറ്റ് ഇയർ ഏതാണ്? 2024. ഇങ്ങനെ നമുക്ക് ഇയറും മന്തും ഡേറ്റും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ, മാസമാണ് അറിയേണ്ടെങ്കിൽ മന്ത് ഫംഗ്ഷനും, ഇയർ ആണ് അറിയേണ്ടെങ്കിൽ ഇയർ ഫംഗ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇനി അടുത്ത ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഡേറ്റിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നമ്പറാണ് ആ ഡേറ്റിനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റിജർ നമ്പർ റിട്ടേൺ ചെയ്യാനാണ് ഡേറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണ് ഈ ഡേറ്റ് കൊടുക്കേണ്ടത്. ഇപ്പം നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഈക്വൽ ഡേറ്റ് വാല്യൂ, ഞാൻ ഈ ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു, പാരാന്തസിസ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഡേറ്റ് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ 12/10/2024 എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ടെക്സ്റ്റ് ആയിട്ടാണ്, ഡേറ്റ് ടെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 12/10 നമുക്കിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് എൻഡ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ളത് ഓരോ ഡേറ്റും ഓരോ നമ്പറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് നമ്പറിലാണെന്നുള്ള ആ ഒരു കറസ്പോണ്ടിങ് ഇൻറ്റീജർ വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 45,577 ഇതാണ് ആ ഒരു ഡേറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്.
ഇനി അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് പറയാം. സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ, എല്ലാത്തിന്റെയും ആഡ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ചില ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് സമ്മ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സം ഇഫ് ഫംഗ്ഷൻ. നമ്മൾ ഇഫും പഠിച്ചു, സമ്മും പഠിച്ചു, സം ഇഫ് പഠിച്ചില്ല. സം ഇഫ് എന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ വെച്ച് സമ്മ് കണ്ടുപിടിക്കാനാണ് സം ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വൽ കൊടുക്കുക, അതിനുശേഷം സമ്മിഫ് കൊടുക്കുക. ഈക്വൽ സമ്മിഫ് കൊടുത്തു. സമ്മിഫ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കണ്ടോ, റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. അപ്പൊ റേഞ്ച് ഏതിൻ്റെ, എനിക്ക് ഈ ഫ്രൂട്ടിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു ഫ്രൂട്ടിന്റെ ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൽ നിന്നും ക്രൈറ്റീരിയ ഏതിൻ്റെയാണ്, എനിക്ക് ആപ്പിളിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആപ്പിൾ എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തു. കണ്ട, അപ്പൊ ആദ്യമേ റേഞ്ച് കൊടുത്തു. ഏതിൻ്റെയാണ് ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്, ആപ്പിളിന്റെ ആണ്. അപ്പൊ ഞാൻ ആപ്പിൾ കൊടുത്തു. ഇനി ഏതിലാണ് സം റേഞ്ച്, എന്തിന്റെ സം റേഞ്ച് ആണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്, അതായത് ഈ വാല്യൂവിന്റെ സം ആണല്ലോ നമുക്ക് കിട്ടേണ്ടുന്നത്. അപ്പൊ ഇതിൽ എത്ര ആപ്പിള്, ടോട്ടൽ എത്ര ആപ്പിൾ ഉണ്ടെന്നാണ് അറിയേണ്ടുന്നത്. അപ്പൊ ആ ഒരു വാല്യൂവിന്റെ സം റേഞ്ച് ഇവിടെ കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ 50 എന്ന് പറയുന്ന വാല്യൂ വന്നത്. അതായത് ഇവിടെ ആപ്പിൾ എത്രയുണ്ട്, 20 ഉണ്ട്. ഇവിടെ ആപ്പിൾ 30 ഉണ്ട്. 20 + 30 50 നമുക്ക് കിട്ടി. ഇതാണ് സം ഇഫ്. സം ഇഫ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ എന്താ, ഇൻറ്റിജർ, നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയൊക്കെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈക്വൽ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എഴുതി കൊടുക്കുക. അതിനുശേഷം ഇപ്പം ഏതാ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് 6.785 ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിപ്പം ഈ വാല്യൂനെയാണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത്. എത്ര ഡിജിറ്റ് വെച്ച് റൗണ്ട് ചെയ്യണം, അതാണ് അടുത്ത കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് നമ്പർ കൊടുത്തു, നമ്പർ ഓഫ് ഡിജിറ്റ്. എനിക്കിപ്പോൾ 2 ഡിജിറ്റ് വെച്ച് ഇതിനെ റൗണ്ട് ചെയ്യണമെങ്കിൽ 2 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ കണ്ടോ, ഇപ്പോൾ എന്തായി, 6.79 എന്ന് കിട്ടി. അതായത് 788 കഴിഞ്ഞിട്ട് 5 ആണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് 6.79 എന്നായി. ഇതാണ് റൗണ്ട് ഫംഗ്ഷൻ. ഇനി റൗണ്ട് അപ്പും ഉണ്ട്, റൗണ്ട് ഡൗണും ഉണ്ട്. അപ്പോൾ റൗണ്ട് അപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഈക്വൽ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്താണ് വാല്യൂ കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് 3.2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. വാല്യൂ കൊടുത്തിട്ട് ഇതിനെ നമുക്ക് എന്താ, എത്ര ഡിജിറ്റ് വെച്ചിട്ട് ഇതിനെ റൗണ്ട് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത കൊടുക്കേണ്ടത്. കണ്ടോ, നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്പർ ഓഫ് ഡിജിറ്റ്, എനിക്ക് ഞാൻ 0 ഡിജിറ്റ്, അതായത് നമുക്ക് എന്താ സാധാരണ നമ്പറിലേക്ക് നമുക്ക് റൗണ്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ 3.2 കൊടുത്തു. അതുപോലെ തന്നെ 0 കൊടുത്തു. അപ്പം അതിനുശേഷം നമുക്ക് റിസൾട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. നോക്കി, റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്പറിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 3.2,0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ മാറ്റിയിട്ട് 3.2ന് അടുത്ത നമ്പർ ഏതാണോ അപ്പ്, മുകളിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. ഇനി റൗണ്ട് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിന്റെ താഴേക്കാണ് അതിനെ എന്ത് ചെയ്യുന്നത്, റൗണ്ട് ചെയ്യുന്നത്. ഡിഫറൻസ് കാണിച്ചു തരാം. ഇപ്പൊ നോക്കി, ഈക്വൽ റൗണ്ട് ഡൗൺ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. 3.45,0 എന്ന് കൊടുത്തു. അപ്പം ഏതിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്, ഈ 3ലേക്കായിരിക്കും അതിനെ റൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 4.56 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് അപ്പ് ആണെങ്കിൽ 5ലേക്ക് പോകും. 4.5 കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഡൗൺ ആണെങ്കിൽ 4 ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ ബാക്കി കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഏതെങ്കിലും ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്